എനിക്ക് നിങ്ങളോട് നന്ദി പറയുമ്പോൾ ഒരു വാക്കും കൂടി പറയാനുള്ളൂ. ഒരുമിച്ച് നിൽക്കണം. നമ്മളുടെ കേരളത്തിൽ പല വെല്ലുവിളികളുണ്ട്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ വേദിയായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് നല്ലോണം രാഷ്ട്രീയം കേൾക്കാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ ആ കാലമെല്ലാം കഴിഞ്ഞാലും അവസാനത്തിൽ നമുക്ക് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് എല്ലാവരും നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഞാൻ ആദ്യം MP ആയി ജയിച്ച് ഡൽഹിയിൽ പോയി ഇനി ഒരു മന്ത്രിയാക്കി ഞാൻ മന്ത്രിയായിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം പോയത് എൻ്റെ പാർട്ടി ഓർഗനൈസ് ചെയ്ത സ്വീകരണത്തിനായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. ശ്രീ അച്യുതാനന്ദനായിരുന്നു ആ കാലത്ത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെല്ലാം കുറേ ആഴ്ചകളായിട്ട് കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹി പോകുമ്പോൾ ഈ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്നെ ഉപയോഗിച്ചോളൂ. അതുപോലെ തന്നെ എനിക്ക് ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ വന്നിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പോകാൻ ഉള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ മീറ്റിംഗ് എൻ്റെ ഓർമ്മയിൽ, താങ്കളുടെ ആദ്യത്തെ മീറ്റിംഗ് നരേന്ദ്രമോദിയോടൊപ്പം പോയപ്പോൾ, ഞങ്ങൾ ചില MP പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊപ്പം പോയി. അവസാനത്തിൽ കേരളത്തിൻ്റെ വികസനം, മലയാളികളുടെ നന്മ, ഇതാണ് എൻ്റെ ഒരു മുദ്രാവാക്യം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളൊപ്പം ഉണ്ടാവുമെന്നും കൂടി പറഞ്ഞിട്ട് ഒരിക്കലും കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.